ഒരു മുഅ്മിനായ മനുഷ്യൻ 17 തവണയാണ് ദുആ എടുക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ എന്നെ നേരായ ചൊവ്വായ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ തമ്പുരാനെ. എന്തിനാണ് നിങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞത്? മനുഷ്യന്റെ ഹൃദയം അത് മാറിക്കൊണ്ടിരിക്കും, മറിഞ്ഞുകൊണ്ടേയിരിക്കും. രാവിലെ തോന്നും വ്യഭിചരിക്കാൻ പോയാലോ, വൈകുന്നേരം തോന്നും കള്ളു കുടിക്കാൻ തോന്നിയാ പോയാലോ, കുറച്ചു നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോയാലോ, അങ്ങനെ ഇതെല്ലാ തോന്നലും മനുഷ്യന് വരും. ഒരുത്തന് തോന്നലനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പോയാൽ അതിന് പ്രവർത്തിക്കാനുള്ള കഴിവും അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ഇറക്കണം അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞേ. യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന, ഹൃദയം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ദുആ ഇറക്കണം. ഒരു ദുആയാണ് യാ മുഖല്ലിബൽ ഖുലൂബ്. സൽമാനെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി, സബ്ബിത്ത്, സബ്ബിത്ത്, നീ ഉറപ്പിച്ചു നിർത്ത്, ഖൽബി എന്റെ ഹൃദയത്തെ, ഖൽബി എന്നെ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക് വതഅതിക് വമർളാതിക്. എന്താ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വതഅതിക വമർളാതിക യാ റബ്ബൽ ആലമീൻ. ഇത് ഭയങ്കര ദുആയാണ്. ഈ ദുആ എപ്പോഴും ചെല്ലുന്ന ആളിന് നന്മകളോട് ഇഷ്ടമുണ്ടാവും. അയാൾ കൂടുതൽ നന്മകൾ ചെയ്യും. തിന്മയിലേക്ക് പോകാൻ വേണ്ടി പോയാലും ചിലപ്പോൾ അയാൾക്ക് അവസരം ഉണ്ടാവില്ല. ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അയാളൊരു വഴിക്ക് പോയി, എന്നാൽ അയാൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് വ്യഭിചരിക്കാൻ വേണ്ടി പോയെന്ന് വെച്ചോ. അയാൾ വ്യഭിചരിക്കാൻ വേണ്ടി പോയി, അയാളെ വ്യഭിചരിക്കാനുള്ള ആളവിടെ ഇല്ല, ആളവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? തിരിച്ചു പോകും. അതായത് അയാൾക്ക് എപ്പോഴും നന്മയിലേക്കൊരു സഹായം ഉണ്ടാവും. അയാൾക്ക് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ ഒരു സഹായം ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? അത് ദുആ ചെയ്യുന്നതുകൊണ്ടാണ്. അയാൾ എപ്പോഴും ദുആ ഇറക്കണം. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കേണ്ട ദുആയാണ്, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ദുആയാണ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വതഅതിക വമർളാതിക. ഇത് നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ ഭാര്യയെ നമ്മൾ ദുആ ഇറക്കാൻ പഠിപ്പിക്കണം. നമ്മളെ ചെറിയ മക്കളെ നമ്മൾ ദുആ ഇറക്കാൻ പഠിപ്പിക്കണം. ഇങ്ങനെ പഠിപ്പിച്ചാൽ എന്താ ഗുണം ഉണ്ടാവുക? നമ്മൾ തെറ്റുകളിലേക്ക് പോവില്ല. നമ്മുടെ ഭാര്യ മതിൽ ചാടാനോ വേല് ചാടാനോ പോവില്ല, നമ്മളും മതിൽ ചാടാൻ പോവില്ല. ഇനി നമ്മളെ മക്കളും എന്ത് ചെയ്യാൻ പോവില്ല? കയറ് പൊട്ടിച്ച് എവിടെയെങ്കിലും പോവില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒരുത്തിയുടെ കൂടെ അങ്ങനെ പോവില്ല. ഒരു ദീനി അയച്ചിട്ട് അവർക്ക് എപ്പോഴും നന്മയോട് താല്പര്യം ഉണ്ടാവും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നല്ല കാര്യങ്ങൾക്ക് അവർ മുമ്പിൽ നിൽക്കും, നല്ല കാര്യങ്ങൾ വരുമ്പോൾ അവർ ഫ്രണ്ടിൽ നിൽക്കും, അവരതിനൊക്കെ നിന്ന് നല്ലോട് ചെയ്യും. എന്നാൽ തിന്മയായ കാര്യങ്ങൾ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, എല്ലാ തിന്മയ്ക്കും അവൻ ഫ്രണ്ടിലുണ്ടാവും, എല്ലാ വേണ്ടാതീനങ്ങൾക്കും. അപ്പോൾ അവന് തിന്മയോടൊരിഷ്ടം അതങ്ങനെയാണ്. അപ്പോൾ നമുക്കെന്ത് വേണം? നന്മയോടാണ് ഇഷ്ടം വേണ്ടത്, തിന്മയോടല്ല ഇഷ്ടം വേണ്ടത്. അപ്പം നന്മയോട് ഇഷ്ടമുണ്ടാകാനും തിന്മയോട് വിരോധമുണ്ടാകാനും നമുക്ക് പഠിപ്പിച്ച ദുആയാണ്. നമ്മളെപ്പോഴും നിസ്കാരത്തിൽ ദുആ ഇറക്കും, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമുക്ക് ഈ ദുആ അറിയില്ലെങ്കിൽ ആ ദുആ ഇരുന്നാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? റബ്ബേ, ഞങ്ങളെ നീ നേരായ ചൊവ്വായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ.